നയൻതാര ഇട്ട ഡ്രസ്സാണ് ലേന ഇടുന്നത് കേട്ടാ. will faint now if he doesn't get food. കണ്ടോ അപ്പൊ തന്നെ അവന് ടെൻഷനായി. ടെൻഷൻ അതെ. ഞാൻ കൈവീശി അടക്കും, ജിത്തിൻ ബാക്ക് പാക്ക് എടുക്കും, ഞാൻ അന്നത്തെ സാധനങ്ങൾ നിറച്ചു. എന്നെ ശരിക്കും എനിക്കൊരു ഫ്രണ്ടിന്റെ കൂടെ ട്രാവൽ ചെയ്ത പോലെയായിരുന്നു. നമുക്ക് തിരിച്ചു പോകാൻ വഴി അറിയില്ല. അദ്രുവിനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുപോയി അവിടെ നിന്ന് ഏത് ബസ്സാന്ന് അറിയോ? ഉറപ്പല്ലേ? ഞങ്ങൾ കൂടെ കയറി വരും. ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണ്ടേന്ന് അറിയോ? ഓക്കെ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ഫ്രം സിംഗപ്പൂർ. രാവിലെ തന്നെ ഒരാൾ ഇവിടെ ഭയങ്കര ഷോ ആണ് അദ്രുവിനെ കാണിക്കാനായിട്ട് കേട്ടാ. സോ ഇത്രയും വർഷമായിട്ട് അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, നല്ല കണക്ഷൻ ഉണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, പിന്നെ അദ്രു വ്ളോഗ് കാണാറുണ്ട്. വേദുവിന് അദ്രുവിന് നല്ല ഓർമ്മയുണ്ട്. സോ അതുകൊണ്ട് നല്ല കണക്ഷനാണ്. ഒരാൾ രാവിലെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കോ കേട്ടാ. ഒരു ഗസ്റ്റ് ഉണ്ട് റൂമിൽ. നോക്കാരാന്ന് ടി വി കളിക്കാനാന്ന്. അതപ്പ റെഡിയാക്കി തരാം. എന്നോട് ചോദിച്ചേ മിനി ഇഡ്ഡലി എന്താന്ന്, ക്യൂട്ടായതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ എത്ര കഴിച്ചു അറിയില്ല. പക്ഷെ ഇതിന് നമുക്കൊരു ടേസ്റ്റ് ഡിഫറൻസ് തോന്നും. എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ശരവണ ഭവനിൽ കിട്ടും മിനി ഇഡ്ഡലി. അവര് സാമ്പാറിൽ ഡിപ്പ് ചെയ്ത് മാളി ഇത്തിരി നെയ്യ് വെച്ച് ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഇത്രയും നാളവിടെ പോയിട്ട് അത് മാത്രം ഇപ്പൊ പോയാലും ഉച്ചയ്ക്ക് പോയാലും രാവിലെ പോയാലും വൈകിട്ട് പോയാലും ഞാൻ തന്നെ കഴിക്കും. അങ്ങനെ ഇത്തോളം നാട്ടിൽ നിന്ന് മേടിച്ചോണ്ടാ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ. പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മാവ് അരക്കുന്നതാണോ വാങ്ങുന്നതാണോ? ഗൈസ്, അപ്പൊ ഈ സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് നാളെ പോകേണ്ടതാണ്. അതുപോലെ പ്രിയയുടെ വേദിനൊക്കെ ഹെയർ കട്ട് ചെയ്യേണ്ട. ഞാൻ ക്വിക്ക് റെസിപ്പി പറയാം. ഇത് ഞാനും വേദു ഞങ്ങൾ രണ്ടും സ്ഥിരം ചെയ്യുന്നതാണ്. സോ ഞാനിത് എപ്പോഴും, ഇത് അഗാരോന്റെ ആണ്. ഇത് അഗാരോന്റെ 3-in-1 ബ്ലെൻഡർ ആണ്. സോ ഇതിൽ നമുക്ക് ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ ഉണ്ട്, ഒരു ബ്ലെൻഡർ ഉണ്ട്, ഒരു ഗ്രൈൻഡറും ഉണ്ട്. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് പരിചയമായി കാണും. ഇതിൽ ഞാൻ എപ്പോഴും ഓവർനൈറ്റ് ഓട്സ് ഇതുപോലെ എടുത്ത് വെക്കും. സോ ഇതിൽ ഓട്സും പാലുമാണ്. ഇത് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുക. ഓട്സും പാലുമാണ്. സ്കിന്നിനൊക്കെ ഒരു ഷൈൻ ഇല്ലേ, അതിന് കുറച്ച് ടയേർഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ നല്ല ഷൈനാണ്. സീക്രട്സ് ബ്ലൂബെറീസ് ആണ്. ഓക്കെ, അത് വിടുക. ഓവർനൈറ്റ് ഓട്സ്, ബ്ലൂബെറീസ്. നിങ്ങൾ മറ്റേ ഉഴുന്നോടെയും പരിപ്പോടെയൊക്കെ കഴിക്കുന്നത് നിർത്ത്, പ്രിയനെ പോലെ പഴംപൊരിയൊക്കെ. എന്നിട്ട് ഇതിലേക്കൊക്കെ വാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും. ആൻഡ് ജസ്റ്റ് പ്രീ താഴെപ്പോയി. ആൻഡ് ഇത് ഞാൻ ഇപ്പൊ കുടിക്കുന്നില്ല, ഞാൻ ഇതിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടേ കുടിക്കുന്നുള്ളൂ. സോ ഇത് കണ്ട നല്ല ബ്ലെൻഡ് സ്മൂത്ത് ആയി. ആൻഡ് ഇതും നമുക്ക് ലിഡ് വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. സോ ആക്ച്വലി ഒരു കിച്ചൺ ഹെൽപ്പറിനെ പോലെയാണ്. എല്ലാം ചെയ്യാം. സ്റ്റോറേജ്, സ്ട്രെയിനിങ്, അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് സ്ട്രെയിനർ ഉണ്ട്. അരിച്ചു കുടിക്കണമെങ്കിൽ അത് കുടിക്കാം, ബ്ലെൻഡ് ചെയ്യാം, ഗ്രൈൻഡ് ചെയ്യാം, എല്ലാത്തിനും ഒറ്റയൊരു സംഭവം മതി. സോ ഈ അഗാരോന്റെ പ്രോഡക്റ്റിനെ ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് ഈ പ്രോഡക്റ്റിൻ്റെ ക്ലീനിങ്ങും ഭയങ്കര എളുപ്പമാണ്, ഈസിലി ക്ലീനബിൾ ആണ്. നമ്മൾ സാധാരണ നമ്മുടെ വെസൽസൊക്കെ കഴുകുന്ന പോലെ തന്നെ കഴുകാം. ഇതിലങ്ങനെ അധികം സാധനങ്ങൾ ഒട്ടിയൊന്നും പിടിക്കില്ല. സോ അതും വളരെ എളുപ്പമാണ്. നമുക്കൊരു 2 minutes ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വെക്കാം. ഇത് പെട്ടെന്ന് ഡ്രൈയും ആവേ. സോ എന്തായാലും നിങ്ങൾ ഈ അഗാരോൻ്റെ പ്രോഡക്റ്റ് ട്രൈ ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ഹെൽപ്പ് ഫോർ യു ഓൾ. ഞങ്ങളപ്പോൾ അതെ ലേനയൊക്കെ ആയിട്ടൊന്ന് വെളിയിലേക്ക് ഇറങ്ങുവാണ്. ഇവിടെ ഈ സിംഗപ്പൂർ നമുക്ക് നാട്ടിൽ നിന്ന് ആക്ച്വലി എളുപ്പമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അങ്ങനെ ഭയങ്കര റേറ്റ് ഒന്നുമില്ല. പക്ഷേ എപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് വരണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ വേറെ ഫീലാണ്. കാരണം എന്താ അറിയോ, ഫുഡ് ഇപ്പോൾ സ്റ്റേ ആണ് മെയിൻ എക്സ്പെൻസ് വരുന്നത്. മെട്രോയിൽ ഉള്ള സ്ഥലത്ത് താമസിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡിന് ഇറ്റ്സ് എ പാരഡൈസ്. നമ്മളങ്ങനെ നമുക്ക് ലക്ഷങ്ങൾ, ഓവർ എക്സാജറേഷൻ, ലക്ഷങ്ങൾക്ക് വേണമെങ്കിൽ വരെ കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. രണ്ടുപേർ ഒരു 1 lakhനൊക്കെ ഡിന്നർ കഴിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്, ഇഫ് യു ആർ ഇൻക്ലൂഡിങ് ഡ്രിങ്ക്സ് ആൻഡ് ഓൾ. പക്ഷെ അതല്ലാതെ ഹോക്കർ സ്റ്റോൾസ് ഉണ്ട്, വിച്ച് നമ്മുടെ നാട്ടിലത്തെ ഒരു 500-600 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഒരു 200-300 രൂപയ്ക്ക് വരെ കഴിക്കാം ഒരാൾക്ക്. പക്ഷേ ഒരു 500-600 രൂപ ഒരാൾക്കുണ്ടെങ്കിൽ ലാവിഷായി നല്ല കിട്ടിലൻ ഹൈ ക്വാളിറ്റി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഹോക്കർ സ്റ്റോൾസിൽ. സോ സിംഗപ്പൂർ ആക്ച്വലി ദ സേഫസ്റ്റ് കൺട്രി തന്നെയാണ് പറയുന്നത്.
സോ നമുക്ക് ധൈര്യത്തോടെ വരാം, കാരണം ഭയങ്കരമായിട്ട് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. സോ ഫസ്റ്റ് ടൈം ട്രാവലേഴ്സിന് നാട്ടിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ. എസ്പെഷ്യലി ഇപ്പോൾ ദുബായിലേക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിക്ക് വെക്കേഷൻ പറ്റുവാണെങ്കിൽ സ്റ്റേ നിങ്ങൾക്ക് എവിടെയെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടുവാണെങ്കിൽ പിന്നെ ഭയങ്കര അങ്ങനെ എക്സ്പെൻസീവ് അല്ല കേട്ടോ സിംഗപ്പൂർ. ഇവിടുത്തെ യൂണിവേഴ്സിലും എൻട്രൻസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര മറ്റേ എക്സ്പെൻസ് ഒന്നും അല്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്യാനുണ്ട്. ഒരു 4 to 5 ഡേയ്സോ ഈവൺ ഒരു 3 nights 4 days വന്നാൽ പോലും സിംഗപ്പൂർ ശരിക്കും എൻജോയ് ചെയ്യാം. കാരണം ചെറിയ സ്ഥലമാണ്, ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താം. ഇപ്പോൾ ഞാൻ ലെനയുടെ ഫ്ലാറ്റ് 25th ഫ്ലോറിലാണ്. ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂവും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് സിംഗപ്പൂരിൻ്റെ ഒരു വ്യൂ ശരിക്കും വളരെ ചെറിയൊരു സ്ഥലമാണ്, പക്ഷേ നമുക്ക് എല്ലാം ഉണ്ട്. ബീച്ചുണ്ട്, വാട്ടർ സൈഡ്സ് ഉണ്ട്, മോൾസ് ഉണ്ട്, നൈറ്റ് ലൈഫ് ഉണ്ട്, ഫുഡിന് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. സ്റ്റേ മാത്രം അഫോർഡബിൾ ആയി കിട്ടുവാണെങ്കിൽ അടിപൊളി. പക്ഷേ ലുക്ക് അറ്റ് സ്കൈ ലൈൻ ഒരു സംഭവം അല്ലേ, ഒരു ശരിക്കും ഒരു എന്താ പറയുന്നത്, ഒന്നും ഇല്ലാത്തതിന് വേറെ ലെവലായ ഒരു രാജ്യം തന്നെയാണ്. ചൈനയുണ്ട്, അതുപോലെ തന്നെ സിംഗപ്പൂറും ദുബായും, ഇതൊക്കെ സമ്മതിക്കണം ഇവരൊക്കെ. ശരിക്കും ഇവരൊക്കെയാണ് മാതൃക ലോകത്തിൻ്റെ. അടിപൊളി. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇവിടുന്ന് മെട്രോയിലേക്ക് നേരെ ഒരു മോളിലേക്ക് പോകാം. വേദുവിനും അദ്രുവിനും കളിക്കാൻ പോകണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിള്ളേർ ബഹളമായിട്ടുണ്ട്. അപ്പോൾ വേഗം ഇവിടുന്ന് ഇറങ്ങട്ടെ. അവരാദ്യം ഒന്ന് കളിക്കാൻ വേണ്ട. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരിക്കും. നാളെയാണ് നമ്മുടെ മെയിൻ സംഭവം സിംഗപ്പൂരിലെ. ഒരു ആൾക്കാർക്ക് മനസ്സിലായി കാണും എന്താന്ന്. ഞാൻ വിചാരിച്ചു ലേനയ്ക്ക അല്ല പ്രിയക്കാണ് ഒരുങ്ങാൻ ഏറ്റവും ടൈം. അന്നങ്ങാട്ടി ടൈം ലേനയ്ക്ക. മേക്കപ്പ്, ലിപ്സ്റ്റിക്ക്, മേക്കപ്പ്. ഇപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് പോയതേ ഉള്ളൂ. സൺസ്ക്രീന് കിട്ടും. സൺസ്ക്രീൻ ഇടാണ് ഏറ്റവും ടൈം. അതാണ് മേക്കപ്പ് പോലെ ഇരിക്കുന്നത്. ഉറങ്ങി എഴുന്നേറ്റിട്ട് മുഖം നോക്ക്, എന്നിട്ട് ഹെയർ സ്റ്റൈലും ചെയ്തിട്ട് ഇപ്പത്തെ ഹെയർ സ്റ്റൈലും നോക്ക്. അത് തന്നെ. എന്തിനാണ് ഇത് ചെയ്യുന്നത്? തിരിച്ചു ഇതുപോലെ തന്നെ മുകളിലേക്ക് വരും. മറ്റേ സൺറൈസും സൺസെറ്റും പോലെ മുടിയുടെ ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. വൈകുന്നേരം ഒന്ന് ഇറങ്ങോ? ഒന്നാപ്പാ 9 ഇട്ട ഡ്രസ്സാണ് ലേന ഇടുന്നത് കേട്ടാ. ഈ ഡാഡി ഇപ്പോഴും അച്ഛന്റെ ചായയുടെ കുറിച്ച് പറയാറില്ലേ? അന്ന് ഇവിടെ വന്നപ്പോ ചായ ഇട്ട് കൊടുത്തത്. ആ ചായ കുടിക്കണം. ഭയങ്കര ഒരു മെമ്മറിയാ അന്നത്തെ ചായയുടെ കാര്യം അല്ലേ? ഏരിയ ആട്ടെ ഇവിടെ ഭയങ്കര ഒരു കാം ആൻഡ് പീസ്ഫുൾ ഏരിയ ആണ്. സെൻറ്ററിലാണ്. ആൻഡ് സിംഗപ്പൂർ പിന്നെ പറയണ്ടല്ലോ, ക്ലീനും ആണ്. അടിപൊളി. സ്പായും എല്ലാം ഉണ്ടല്ലോ. അക്വേറിയം, സ്പാസിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്. അടിപൊളി. നല്ല ചെടികളും നല്ല വെതറും ഭാഗ്യത്തിന്. ആ കറോക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ സിംഗപ്പൂർ വരാൻ തോന്നും കേട്ടോ, കാരണം അടുത്താണല്ലോ. ആൻഡ് സേഫും ആണ്. അടിപൊളി. താമസിക്കാനും സ്ഥലമുണ്ട്. ഇത് നമ്മൾ താമസിച്ച ഫ്ലാറ്റ് നേരെ ബസ് സ്റ്റാൻഡും. എന്തെളുപ്പം നോക്കും. ഇവിടെ എല്ലാം നല്ല കിടിലം ബസ് സ്റ്റാൻഡാണ്. ബസ് എല്ലായിടത്തും കണക്ടിവിറ്റി ഉണ്ട് കേട്ടോ. എന്ത് പെട്ടെന്ന് വണ്ടികളൊക്കെ വരുന്നത്. ബസ്സൊക്കെ പടപടയുന്ന പോകുന്നതും വരുന്നതൊക്കെ. വേഗം പോയി കയറ്. ഭയങ്കര ബോണ്ടിങ് ആട്ടാ. കൈ വിട്ടിട്ടില്ല. ഫുൾ ടൈം ഒരുമിച്ച് കിടക്കുന്നു. വഴക്കടിയില്ല. ഇങ്ങനത്തെ ഒരാളെ നമ്മൾ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. വേദന ഫോണും വേണ്ട, വീഡിയോ ഗെയിമും വേണ്ട, ഒന്നും വേണ്ട. വിശക്കുന്നു കേട്ടോ. ഇപ്പൊ തലറിങ്ങി വീഴുന്നു പറഞ്ഞിരിക്കുക. ബാ ഫുഡ് കഴിക്കാം. വേദു വിൽ ഫെയിൻ നൗ ഇഫ് ഹി ഡസന്റ് ഗെറ്റ് ഫുഡ്. ആ കണ്ടോ, അപ്പൊ തന്നെ അവന് ടെൻഷനായി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രെഡ് ടോക്സ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് കുറച്ച് പാർമെസാൻ റോൾ, ചിക്കൻ സോസേജ് റോൾ, ക്രീം, ഇത് ഷുഗർ ആൻഡ് ക്രീം ബൺ, കുറച്ച് ഡോണറ്റ്. കിടിലൻ ബേക്കറി പ്രോഡക്ട്സ് ആണ് കേട്ടോ. സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. നാട്ടിൽ കിട്ടാത്ത ലെവൽ ഓഫ് ക്വാളിറ്റി ആണ്. നല്ല പ്രൈസും ആണ്. ഇതൊക്കെ നോക്ക്. ചീസിൻ്റെ സ്റ്റീം കേക്ക്. ഓ, ഒരു ലോക്കൽ ടീ ആണ്. ഇത് മലേഷ്യയാണോ സിംഗപ്പൂരിലാണോ? ടീ താരിക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെയാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഒരു മിൽക്ക് മെയ്ഡ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചായയാണ്. സെയിം അത്. ഇത് ഹോട്ട്, ഇത് കോൾഡ്. ഓ, ഇപ്പൊ കോൾഡ് പറഞ്ഞാൽ പറയാം ഹോട്ട് മതിയായിരുന്നു. ഒന്ന് വെളിയിൽ ഇരുന്നാ പറയാം അകത്തിരിക്കാമെന്ന്. അകത്തിരിക്കാമെന്ന് പറഞ്ഞാൽ വെളിയിൽ അറിയിക്കാന്ന് പറയാം. ഓ, എന്താ ഏതോ അമ്മ ഇങ്ങനെ. ആ, എല്ലാം പറഞ്ഞ സത്യം കണ്ട.
ചെറിയ മോളാണ്, പക്ഷെ എല്ലാ ആവശ്യത്തുള്ള ഒരു മിഡ് റേഞ്ച് ബ്രാൻഡ്സ് എല്ലാം ഉണ്ട്. സോ യൂണിക്ലോ, അടിയിൽ ഇതുപോലെ സെയില്, ഡീകാത്തലോൺ, കുട്ടികളുടെ പ്ലേ ഏരിയ, ജിംനാസ്റ്റിക്സിൻ്റെ ഒരു ഷോപ്പ്, കുറേ നല്ല ഫുഡ് ജോയിൻറ്റ്സ്, സിറ്റി മോൾ, യൂണിക്ലോ ഒക്കെ ഉണ്ട്, സിറ്റി മോള്. അതെ, ബഡ്ജറ്റിലിരിക്കുക, ഒന്നും സ്പെൻഡ് ചെയ്യാതിരിക്കുക. 22 ദിവസമുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ പൈസ ബാക്കി ഉണ്ടെങ്കിൽ വാങ്ങുക. അതാ നല്ലത്. കുട്ടികൾ കളിക്കുന്ന സ്ഥലം നോക്ക്, ഫുൾ നെറ്റാണ്, നെറ്റിന് മുകളിലാണ് ഓടുന്നത്. ഇത് സിംഗപ്പൂരിൽ മാത്രമേ കാണുള്ളൂ കേട്ടാ. അത്രയും ട്രസ്റ്റ് വേണ്ട. അടിയിലൊന്നുമില്ല. അതെ, അടിയിൽ ഇതാണ്, മുകളിൽ നേരെ ഇങ്ങനെ നെറ്റി കളിക്കുന്ന സ്ഥലം. അത് 2-3 ഫ്ലോർ ഉണ്ട് കേട്ടാ. പ്രിയം കയറിക്ക. പിന്നെ സിംഗപ്പൂർ അല്ലേ പ്രിയ? വാ, സിംഗപ്പൂർ ദുബായൊക്കെ വിശ്വസിച്ച് അങ്ങോട്ട് കയറ്റാലോ. വാ, ഇതാണ് കണ്ടുപിടിച്ച് തന്ന കേട്ടാ വേദുവിന്. ഓ, അതാണ് ഗുഡ് ഫ്രണ്ട്സ്. അറിയോ? പോവല്ലേ, പൈസ കൊടുക്കണം. ഹാപ്പി ആയാ? നോക്കട്ടെ എന്താ കിട്ടിയെന്ന്. മൈൽസ് മൊറാലസ് കണ്ട. വേദു അതുകൊണ്ടാണ് ഹെയറും റെഡ് അടിച്ചത്. വേദു ആണ് ഇന്ത്യയിലെ മൈൽസ് മൊറാലസ്. ഓ ഓ കണ്ട, ബില്യം കൊണ്ടുപോകും, അദ്രുവാണ് കൊണ്ടുപോകുന്നത് എല്ലാത്തിനും. അദ്രുവിനും ഭയങ്കര വേദുവിനെ പോലെ കൺഫ്യൂഷൻ ആണ് കേട്ടാ. പക്ഷെ ഇതിപ്പം മതിന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇലക്ട്രിക് കാർ പോലെയൊക്കെയാന്ന് തോന്നുന്നു. ഇലക്ട്രിക് മിനി കൂപ്പറാ. പക്ഷെ ഇത് മതിന്ന് പറഞ്ഞില്ലേ? നീ എടുത്തോ മനസ്സ് പറഞ്ഞതിനുണ്ട്. അദ്രുവും വേദും 4 days വ്യത്യാസമുള്ളൂ. ഇനി മനസ്സ് മാറരുത് കേട്ടാ. ആ വേദു കൊണ്ടേ കൊടുക്ക് ബില്ല് ചെയ്യാൻ. അത് ഊരിയ വർക്ക് ചെയ്യും. അത് അങ്ങനെയാ. അദ്രു നമ്മുടെ കൂടെ വരുവാണ്. ലയനയും അമ്മയും അപ്പയും വേറെ സ്ഥലത്ത് പോവാ. ബാഡ് ബോയ് ആയിക്കഴിഞ്ഞാൽ ഞാൻ വ്ളോഗിൽ എടുത്തിടും. അമ്മ പറഞ്ഞു ബാഡ് ആവുമെന്ന്. ആവോ? ആ, ആവില്ലല്ലോ. ഓക്കെ, എല്ലാം പറഞ്ഞാ കേക്കും. ഓക്കെ എന്നാ ടെൻഷൻ. അതെ, ടെററാന്ന്. ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവരെ കളിക്കാൻ കൊണ്ടുവരാനാണ്. ഹാർബർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. വിവോ സിറ്റി മോൾ എന്ന് പറയുകയാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആക്ച്വലി ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഹോക്കർ സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. അതായത് തട്ടുകട പോലത്തെ സ്ട്രീറ്റ് ഫുഡിൻ്റെ സെറ്റപ്പ് ഉണ്ട്. നല്ല തിരക്കുള്ളൊരു ഏരിയ ആണ്. ഇവിടെ നമ്മുടെ ഒരു സ്പെഷ്യൽ ആൾ വന്നിട്ടുണ്ട്. ട്രെയിൻ പോകുന്നത് ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്ന്, സെൻറ്റോസ എക്സ്പ്രസ്. സോ മോളിൽ നിന്ന് നേരെ സെൻറ്റോസ ഐലൻഡിലേക്ക് എനിക്ക് തോന്നുന്നു ഈ ട്രെയിൻ പോകും. മറ്റേ ചോങ്ചിങ് പോലെ ഇല്ലേ ഞാൻ പോയ സ്ഥലത്ത് പോലെ. ഫ്രണ്ട് മോള് നല്ല രസമുണ്ട് കേട്ടോ. ഇതുണ്ട് പോക്കിമോൺ സെൻറ്റർ. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ഷോപ്സും ഭയങ്കര എസ്തെറ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ മോളാണ്. ഇവിടെ റിവർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ റിവർ എവിടെയാവോ? നല്ല രസമുണ്ട് കേട്ടോ. കുറേ ഫുഡ് ജോയിൻസും. പക്ഷെ ഭയങ്കര ക്രൗഡാണ്. പിന്നെ ഇന്ന് വീക്കെൻഡും കൂടെ ആണല്ലോ. ഹാർബർ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ആണ് ഇവിടെ. ആക്ച്വലി കംപ്ലീറ്റ് ഒരു ഹാർബറിൻ്റെ വ്യൂ ആണ്. ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇത് പോവല്ലേ, മഴയാണ്. നമുക്ക് ആക്ച്വലി വൈകുന്നേരം വന്ന് ഇരിക്കാനും ചിൽ ഔട്ട് ചെയ്യാനൊക്കെ മോളിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു അവരുടെ പ്രോപ്പർ ഹാർബറിൻ്റെ, നമ്മുടെ ഷിപ്പ് യാർഡ് പോലത്തെ സ്ഥലമെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വ്യൂ ഉണ്ട്. ബട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നോ, ഇതുപോലെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നല്ല ഡിസൈൻ ഉള്ളൊരു മോളാണ്. ഇവിടെ കൂടെ സെൻറ്റോസയുടെ ട്രെയിൻ പോകുന്നു. സോ സച്ച് എൻ അമേസിങ് പ്ലേസ്. വൈകുന്നേരം വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ദുബായ് വേഴ്സസ് സിംഗപ്പൂർ, ഇത് രണ്ടും തോന്നുന്നു എനിക്ക് ഏറ്റവും മോഡേൺ, സേഫ് ആൻഡ് എക്സ്പെൻസീവ് ആൻഡ് ഒരു കോമ്പീറ്റിംഗ് സിറ്റി പോലെ. ഇവിടെ ചാങ്കിയൊക്കെ ഉണ്ടല്ലോ ടീയുടെ. എന്തായാലും ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതൊന്ന് തപ്പട്ടെ. നൈസ് ഏരിയ ആണോ? എന്ത് ഭംഗിയാ. ഇത് അപ്പയുടെ ഫ്രണ്ടിന്റെ ഡോട്ടറാണ് കേട്ടാ. കളിക്കണേ. പേരെന്താന്നറിയോ? വയലിൻ. മറ്റേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇല്ലേ, അതിന്റെ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പേരാണ് വയലിൻ കേട്ടാ. വയലിന്റെ കൂടെ കളിക്കണേ. ദിസ് ഓൾസോ അവർ ഫ്രണ്ട്. പ്ലേ വിത്ത് ഹെർ ഓൾസോ. ഓക്കെ. ഒരു റൂഫ് ടോപ്പ് പ്ലേ ഏരിയ ആണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. സോ നമ്മളിരുന്ന് കഴിക്കുമ്പോൾ ഇവർക്ക് പ്ലേ ഏരിയ ഇതുപോലെ അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് പ്ലേ ഏരിയ ആണ്. ഇത് ഈ നടുക്കത്തേന് മാത്രം എന്തോ ചെറിയൊരു എമൗണ്ട് ആണ്. അത് ചെറിയ കുട്ടികളില്ല. ബാക്കിയൊക്കെ ഫ്രീയും ആണ്. ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും രണ്ടുപേരും. ഞങ്ങളിവിടെ ഈ ജിത്തിനുണ്ടല്ലോ, എൻ്റെ കൂടെ ചൈന വന്നാണ്. അവിടെ വെച്ച് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. സിംഗപ്പൂർ സ്വന്തം നാടാണല്ലോ, അവിടെ വെച്ച് എടുക്കാമല്ലോ. വേറെ ഒന്നല്ല, ഭയങ്കര ക്യാമറ ഷെയർ ആയിരുന്നു. പക്ഷെ എനിക്ക് ജിത്തിനുണ്ടല്ലോ എൻ്റെ കൂടെ, ഞങ്ങൾ അവിടെ 4 പേരായിട്ടാണല്ലോ പോയത്.
അപ്പൊ ജിത്തിൻ വന്നത് സത്യം പറയാൻ എനിക്കൊരു ഫ്രണ്ടിന്റെ കൂടെ പോകുന്ന പറഞ്ഞത്. ഞാൻ എന്തൊക്കെ വാങ്ങിയ സാധാരണ ഇപ്പൊ നമ്മൾ രണ്ടും പ്രിയ ഞാനും പോകുമ്പോ ഞാൻ ബാക്ക് പാക്ക് എടുക്കും, പ്രിയ വാങ്ങുന്നൊക്കെ എന്റെ ബാക്ക് പാക്കിൽ ഇടും. ഇത് ഞാൻ കൈവീശി അടക്കും, ജിത്തിൻ ബാക്ക് പാക്ക് എടുക്കും, ഞാൻ അന്നത്തെ സാധനങ്ങൾ നിറച്ചുകൊണ്ട് എന്നെ ശരിക്കും എനിക്കൊരു ഫ്രണ്ടിന്റെ കൂടെ ട്രാവൽ ചെയ്ത പോലെയായിരുന്നു. അതേപോലെ എനിക്ക് ഈ തവണ എപ്പോഴും ഇതുപോലെ ഏതെങ്കിലും ട്രിപ്പ് പോകുമ്പോ ഏതെങ്കിലും ഒരു ക്ലോസ് ഫ്രണ്ടിനെ പോലത്തെ ഒരാളെ കിട്ടും. അങ്ങനെയാണ് ഇപ്പൊ ലേന, ജോഗിൻ, കൃഷ്ണ, പലവരെയും നമുക്ക് ഡോക്ടർ, മാനസി ഒക്കെ അങ്ങനെ നമുക്ക് പരിചയപ്പെട്ട. അതുപോലെ ഇപ്പൊ സിംഗപ്പൂരിന്റെ രണ്ടാമത്തെ ഒരു ഹോം അവേ ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചൈന നിങ്ങൾ കാണാത്ത ആൾക്കാർ എന്നോട് ആരൊക്കെ വന്നെന്ന് ചോദിച്ചാല് അതിൽ ഒരാള് ചിത്തിനായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇടും. ഫ്രണ്ടായി കേട്ടാ, വയലിനുമായിട്ട് ഫ്രണ്ടായി, 3 പേരും വൈബായി. ഈ സിംഗപ്പൂരിലെ പിള്ളേർ അങ്ങനെയാണ്, പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും. കാരണം അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം വയലിനും അദ്രും വേദു നല്ല ഫ്രണ്ടായി. ഇനിയിപ്പോൾ എനിക്കൊന്ന് എപ്പോൾ വന്നാലും ഇവരൊക്കെ ആയിട്ട് മീറ്റ് ചെയ്താൽ വേദു വിൽ ട്രൂലി ഫീൽ ലൈക്ക് ഹോം. സത്യമായിട്ട് അവനിപ്പോഴും ചോദിക്കാറുണ്ട് അവൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ, ഈ ട്രാവൽ ചെയ്യുന്ന ഫ്രണ്ട്സ് അത്രയും ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ളതും കൂടെ കൊണ്ട്. പിന്നെ ഒരുമിച്ചാണല്ലോ താമസിക്കുന്നത്. എന്തായാലും ഹാപ്പി ആയതേ 3 പേരും. കണ്ടാ ബാ പോവാം ഫുഡ് ആയി. ഇവിടുത്തെ കോപ്പിത്താം ഫുഡ് ഹാൾ എന്ന് പറയുന്ന ഇവിടുത്തെ കുറേ ഹോക്കർ സ്റ്റോൾസും പല രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. സോ ഇതൊക്കെ മറ്റേ ജോളിബിയും മക്ഡോണൾസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡില്ലേ അതിൻ്റെ തന്നെ ഹോക്കർ സെൻറ്റർ തന്നെ, പക്ഷെ കുറച്ചും കൂടെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള സ്ഥലത്ത്. ചെറിയ $1 $2 സിംഗപ്പൂർ ഡോളേഴ്സ് കൂടുതൽ കൊടുത്താൽ മതി. പക്ഷെ ഒരുവിധം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. കണ്ട ശരിക്കും സ്ട്രീറ്റ് ഫുഡിൽ കിട്ടുന്ന പോലത്തെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ അല്ലേ നമ്മൾ സിംഗപ്പൂർ വന്ന് കഴിക്കണ്ടേ. കൊള്ളാലോ, പോർക്ക്, ഡക്ക്, ചിക്കൻ, നൂഡിൽസ്, പല ഓപ്ഷനും ഉണ്ട്. അതിന് ഇരിക്കാൻ സ്ഥലം കണ്ടുപിടിക്കട്ടെ. ഒരു വരുവാണെങ്കിൽ ഏകദേശം ഈ ഒരു റേറ്റ് ഒക്കെ വരും. കുറച്ച് ഇത് വലിയ എക്സ്പെൻസീവ് ഒന്നല്ല സിംഗപ്പൂർ സ്റ്റാൻഡേർഡ്സ് വെച്ചാൽ, എന്നാലും $10 $12 ഒക്കെയാണ്. അത് ചെറുതൊക്കെ $6 ഉള്ളൂ കേട്ടോ. പോർക്ക് നൂഡിൽ എന്ന് പറയുമ്പോൾ ഒരു 700 600 രൂപ 500 രൂപയൊക്കെ. സോ അതൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ കട അടച്ചു. എന്തായാലും അങ്ങനത്തെ ഒക്കെ ഒരു റേറ്റാണ് കൂടുതൽ വരുന്നത്. ആൻഡ് ഇവിടെ ജാപ്പനീസ്, വെജിറ്റേറിയൻ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എന്താ ഓർഡർ ചെയ്യുന്നത് ആദ്യമേ നോക്കട്ടെ. റൈസ് $8, സോ ഇത് 550 രൂപ. ഒരു ഹണി ഗ്ലേസ് ചിക്കൻ ബാർബക്യൂ നൂഡിൽസ് ആണ്. ചോറ് വേണമെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അതുപോലെ തന്നെ ഇത് ടൊങ്കാട്സു റാമൻ, ഇതൊക്കെ ഒരുപാട് വെറൈറ്റി ഫുഡുണ്ട്. ഭയങ്കര പോർഷനും ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു നൂഡിൽസ് കഴിച്ച് കഴിഞ്ഞാൽ വയറ് നിറയാതെ അങ്ങനെയൊന്നും ഇരിക്കില്ല. നല്ല പോർഷനാണ്. പിള്ളേർക്കൊക്കെ അതെ ജോളിബി ഉണ്ട്. ഇതിനെന്തോ സ്പെഷ്യൽ ഫുഡാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. എന്തോ ബാർബക്യൂ ഹോട്ട് പോട്ട് പോലത്തെ വാങ്ങുന്നിപ്പോ. അടിപൊളിയല്ലേ ഫുഡ്. ഈ റാമൻ ഉണ്ടല്ലോ വേറെ ലെവൽ. ആദ്യമേ ഞാൻ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുട്ട എടുക്കും, അതൊന്ന് റോസ്റ്റ് പോക്ക് എടുക്കും, എന്നിട്ട് ചെറിയ ബൈറ്റ് എടുക്കും. എന്നിട്ട് ഈ റാമൻ ഇങ്ങനെ ആ പോർക്കിന്റെ ഫ്ലേവർ കംപ്ലീറ്റ് ഇതിൽ കയറിയിട്ടുണ്ട്. അടിപൊളി. ബൈ പറ വേദു. ഓക്കെ ബൈ ബൈ ബൈ. അവരും മലയാളിയാ. നമുക്ക് തിരിച്ചു പോകാൻ വഴി അറിയില്ല. അദ്രുവിനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുപോയി അവിടെ നിന്ന് ഏത് ബസ്സാന്ന് അറിയോ? ഉറപ്പല്ലേ? ഞങ്ങൾ കൂടെ കയറി വരും. ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണ്ടേന്ന് അറിയോ? ഓക്കെ. വിചാരിച്ചത് വേറെ സ്റ്റേഷനാന്ന്. അപ്പൊ അദ്രു പറഞ്ഞത് ഇത് തന്നെയാന്നാ. ഉറപ്പാണല്ലോ? ഷുവർ. ആ ഓക്കെ. അല്ല നമുക്കിനി ബസ് എടുത്ത് പോകണം ഇവിടുന്ന്. എനിക്ക് ഏത് ബസ് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല കേട്ടാ. ഓ 147 എല്ലാം അറിയാം കേട്ടോ. ഏത് സൈഡ്, ഏത് എക്സിറ്റ്. ഇനി എങ്ങോട്ടാ? ഇങ്ങോട്ടോ? ബസ് സ്റ്റാൻഡ് എവിടെയാ? ഓക്കെ. ഓ ചൈനീസ് ആണോ? ഓ ഇവിടെ. ഓക്കെ ഓക്കെ. ഇത് തന്നെയാണോ? ഏതാ ബസ് നമ്പർ? ഓക്കെ. അല്ല അറിയാം. ബാബാ കേറിക്കോ. കറക്റ്റ് ആയിട്ട് കേട്ടാ. ഓ അവിടുന്ന് മോളിൽ നിന്ന് ഇവിടം വരെ മാപ്പ് നോക്കാതെ ഞാൻ വെറുതെ ട്രസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്തു. അദ്രു ഞങ്ങളതെ ഫ്ലാറ്റിൽ എത്തിച്ചിട്ടുണ്ട്. ഓ യോ ബ്രില്യന്റ് അദ്രു. വി ആർ സോ പ്രൗഡ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് യു.
ആ ഓക്കെ വേദുവിന്റെ ഫ്രണ്ടോ ഇപ്പൊ അവനാ പ്രൗഡ്. ഏത് എക്സിറ്റ് എല്ലാം ബസ് നമ്പർ ഏത് സ്റ്റോപ്പ് എല്ലാം മനസ്സിലായില്ലേ? വേദുവിന് അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. അതിര് കറക്റ്റ് എത്തിച്ചു. വയലിൻ വേദുവിന് കൊടുത്തത് നോക്ക് തന്നെ വരച്ച സ്പൈഡർമാൻ്റെ. ഓ അത് വയലിന്റെ ഫേവറേറ്റ് ക്യാരക്ടർ, ഇത് വേദുവിന്റെ. ഇതൊക്കെയാണ് എന്തൊരു തോട്ട്ഫുൾ ഗിഫ്റ്റ് അല്ലേ. നന്നായി വരച്ചിട്ടുണ്ട്. എപ്പോഴും സൂക്ഷിച്ചു വെക്കണം. അടിപൊളി ദിവസമായിരുന്നില്ലേ? ഓക്കെ ഗൈസ്, സോ നമ്മൾ സെക്കൻഡ് ഡേ ഇൻ സിംഗപ്പൂറും കഴിഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. ഭയങ്കര ഫണ്ണായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ OHF ട്രാവൽ OHF ചൈനയിലേക്ക് വന്ന ജിത്തിൻ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയി. ഇൻ ദ സെൻസ് ക്ലോസ് ഇൻ ദ സെൻസ് അതല്ല, നമുക്ക് ഫ്രീ ആയിട്ട് പെരുമാറാൻ പറ്റി. ഒരു എന്താ പറയുന്ന ഒരു ആദ്യമായിട്ടോ രണ്ടാം തവണ കാണുന്ന പോലെ അങ്ങനെയല്ല, ഭയങ്കര ക്ലോസ് ആയിരുന്നു. അതുപോലെ തന്നെ വൈഫ് തന്നെയും. അപ്പോൾ എന്തായാലും നാളെ ആണ് നമ്മുടെ സ്പെഷ്യൽ ഡേ വരുന്നത്. സോ ഇറ്റ്സ് ഗുഡ് ബി അമേസിങ് വ്ളോഗ്. നാളെയും മറ്റന്നാളും അതിൻ്റെ 3 ഡിഫറെൻറ്റ് വ്ളോഗ്സ് ആയിരിക്കും. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നാളെ കാണാം, നാളെ പറയാം. സോ ട്രാവൽ വിത്ത് OHF നമ്മുടെ ചൈന ട്രിപ്പ് മെയിൽ വരുന്നുണ്ട്. വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറിലെ നമ്പർ കൊടുക്കാം, അതിലേക്ക് വിളിക്കുക. നമുക്ക് ചൈനയിൽ അടിച്ചു വിളിക്കാം. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.